Welcome to 21st lecture, semester 6, paper 4, Digital Electronics and Computer Science, BSc Physics 9, 21st lecture. Today's topic is Computer Organization, continued, the auxiliary memory. The auxiliary memory in computers. It is the topic of discussion today. So the main memory we have seen in the previous class, and now today we see what is called auxiliary memory or the secondary memory. Auxiliary memory or the secondary memory. Auxiliary memory, AUXILIARY, auxiliary memory. It is also called external storage or secondary memory or a backup memory. These are devices that hold a mass of information which may be transferred to main memory for use during processing and when required for record purposes. അപ്പോൾ ഓക്സിലറി മെമ്മറിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെക്കൻഡറി സ്റ്റോറേജ്, സെക്കൻഡറി മെമ്മറി, അല്ലെങ്കിൽ ബാക്കപ്പ് എന്ന് പറയും. ബാക്ക് ഓഫീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. These are devices that hold a mass of information. വളരെ കൂടിയ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസുകളാണ് ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകൾ. അത് നമുക്ക് ഡേറ്റ പ്രോസസ് ചെയ്യാനും ഡേറ്റ നമുക്ക് റെക്കോർഡിങ്ങിന് ആവശ്യമുള്ളപ്പോൾ തിരിച്ചു വിളിക്കാനുമൊക്കെ ഈ സെക്കൻഡറി സ്റ്റോറേജ് വേണ്ടിവരും. പക്ഷേ അതിൻ്റെ സ്പീഡ് ആസ് കമ്പയർഡ് ടു പ്രൈമറി മെമ്മറി ഓർ മെയിൻ സ്റ്റോറേജ്, it has much larger capacity, but it is not fast. അപ്പോൾ കൂടുതൽ കപ്പാസിറ്റി ഉണ്ട്, മെയിൻ മെമ്മറിയേക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ ഫാസ്റ്റർ അല്ല. ഇറ്റ് ഈസ് നോട്ട് ഫാസ്റ്റ്. ദ കമ്പ്യൂട്ടർ ടേക്സ് സ്ലൈറ്റ്ലി മോർ ടൈം ടു റിട്രീവ് ഡേറ്റ ഫ്രം സെക്കൻഡറി സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് ഓക്സിലറി സ്റ്റോറേജിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യാൻ, ഡേറ്റ വീണ്ടെടുക്കാൻ നമുക്ക് കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും. മെയിൻ മെമ്മറി ആണെങ്കിൽ പെട്ടെന്ന് ഡേറ്റ റിട്രീവ് ചെയ്യാം, സെക്കൻഡറി ആണെങ്കിൽ അല്പം സമയമെടുക്കും. എക്സാമ്പിൾസ് ഓഫ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആർ 1. Punch cards, 2. Paper tapes, 3. Magnetic tapes, drums, floppy disks, hard disk, CD-ROMs, pen drives, etc. The important features of secondary storage are ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളുടെ പ്രോപ്പർട്ടീസ് എന്താണ്? 1. നോൺ വോളട്ടൈൽ സ്റ്റോറേജ്. നമ്മളതിനകത്ത് സംഭരിക്കുന്ന ഡേറ്റ പോകില്ല, ഡേറ്റ അവിടെ തന്നെ കാണും, പെർമനൻറ്റ് ഡേറ്റയാണ്. നമ്പർ 2. മാസ് സ്റ്റോറേജ്, വളരെയധികം ഡേറ്റ സ്റ്റോർ ചെയ്യാം. കോസ്റ്റ് എഫിഷ്യൻസി, ചിലവ് കുറവാണ്. ലാക്ക് ഓഫ് കമ്പ്യൂട്ടിംഗ് കേപ്പബിലിറ്റി, അതിനകത്ത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ഉള്ള സൗകര്യമില്ല. എബിലിറ്റി ടു സ്റ്റോർ ഡേറ്റ ഓൺ എ റിമൂവബിൾ സ്റ്റോറേജ് മീഡിയം. അപ്പോൾ ഡേറ്റ നമുക്കൊരു റിമൂവബിൾ സ്റ്റോറേജ്, ആ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത് മാറ്റാവുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസാണ് മിക്കവാറും ഈ സെക്കൻഡറി സ്റ്റോറേജ്. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ 4 ഭാഗങ്ങളാണ്. The first part is the input unit, the second is output unit, the third is CPU. CPU consists of control unit and ALU, arithmetic and logic unit, and memory. In the discussion memory, we have seen main memory as number 1, number 2 auxiliary memory, and there is one more memory which is called a cache memory. We write as CSH and read as cache. CSH. We write as CSH, cache memory. We read as cache memory. And you see the cache memory location. It is shown in a diagram.
the CPU, the main memory, and in between them there is a device which is called, there is a memory device, memory location, that is called cache memory. അപ്പോൾ നമ്മൾ ഈ മെമ്മറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മെമ്മറിയിൽ നമ്മൾ മെയിൻ മെമ്മറി പറഞ്ഞു, ഓക്സിലറി അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറി പറഞ്ഞു, പിന്നെ പറയുന്ന മൂന്നാമത്തെ പാർട്ടാണ് ക്യാഷ് മെമ്മറി. ക്യാഷ് എന്ന് വായിക്കണം, സ്പെല്ലിങ് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ക്യാഷ് മെമ്മറിയുടെ ലൊക്കേഷൻ എവിടെയാണ്? പല സ്ഥലത്തുണ്ട്, എങ്കിലും മെയിനായിട്ട് പറയുന്നത് ഈ CPU-ൻ്റെയും കമ്പ്യൂട്ടറിലെ തന്നെ മെയിൻ മെമ്മറിയുടെയും ഇടയ്ക്കാണ്. ആ പടം നോക്കിയാൽ മനസ്സിലാകും. CPU-യിൽ നിന്ന് ഡേറ്റ ക്യാഷിലേക്ക് പോകും, അവിടെ നിന്ന് ഡേറ്റ മെയിൻ മെമ്മറി പോകാം, തിരിച്ചു വരാം. അങ്ങനെ 2-way കമ്മ്യൂണിക്കേഷൻ, 2-way ചാനലാണ് ക്യാഷ് മെമ്മറിക്കുള്ളത്. ഇപ്പോൾ ക്യാഷിനെ പറ്റിയുള്ള ഒരു നോട്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്യാഷ് മെമ്മറി ഈസ് high speed semiconductor memory. It is placed in between CPU and main memory. It is faster than main memory. The access time of cache memory is about 20 nanosecond, while that of main memory is 80 nanosecond. It is very expensive. It stores instructions which are going to be executed immediately. ഇതാണ് ക്യാഷിനെ പറ്റിയുള്ള ഒരു ചെറിയ നോട്ട്. അതായത് ക്യാഷ് മെയിൻ മെമ്മറി സ്പീഡ് കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൻ മെമ്മറിയും ഓക്സിലറി മെമ്മറി എടുത്താൽ മെയിൻ മെമ്മറിക്കാണ് സ്പീഡ്. പക്ഷെ അതിനേക്കാൾ സ്പീഡുള്ള മെമ്മറിയാണ് ഈ ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷിൽ നിന്ന് നമുക്ക് ഡേറ്റ റിട്രീവ് ചെയ്യാൻ ഒരു 20 നാനോസെക്കൻഡ് അല്ലെങ്കിൽ 15 നാനോസെക്കൻഡ് മതി. പക്ഷേ മെയിൻ മെമ്മറിയിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ 80 നാനോസെക്കൻഡ് ഓർഡറിൽ വേണം സമയം. ഓക്സിലറി ആണെങ്കിൽ ചിലപ്പോൾ അതിലും കൂടും, 200 300 അല്ലെങ്കിൽ 500 നാനോസെക്കൻഡ് വരാം. ഇത് വളരെ എക്സ്പെൻസീവ് ആണ് ഈ സാധനം. ഈ ക്യാഷ് ഒരു കമ്പ്യൂട്ടറിനകത്ത് ക്യാഷ് ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് സ്റ്റോർസ് ഇൻസ്ട്രക്ഷൻസ് വിച്ച് ആർ ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് ചെയ്യേണ്ട ഈ പ്രോഗ്രാംസ്, പെട്ടെന്ന് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ്, അതാണ് മിക്കവാറും ക്യാഷിൽ നമ്മൾ സ്റ്റോർ ചെയ്യുക. പിന്നെ ക്യാഷിൽ ലൊക്കേഷൻ പറഞ്ഞല്ലോ. The cache memory is used in between CPU and main memory is called primary cache. നമ്മൾ പടത്തിൽ കാണിച്ചിരിക്കുന്ന ആ ക്യാഷിനെ പ്രൈമറി ക്യാഷ് എന്ന് പറയണം. അത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി ക്യാഷിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ CPU-ൻ്റെയും മെയിൻ മെമ്മറിയുടെ ഇടയ്ക്കാണ്. The cache memory used in between CPU and main memory is called primary cache. ഇനി അതല്ലാതെ സെക്കൻഡറി ക്യാഷുകളുണ്ട്, അതിനൊന്ന് നോക്കി. ബട്ട് CPU is not the only place where the cache is commonly used. It can be connected in between optical storage and hard disk storage, or in between hard disk storage and RAM, and also in between CPU cache and RAM. Then it is called secondary cache memory. ഇപ്പോൾ ക്യാഷ് മെമ്മറി പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഈ CPU-ൻ്റെയും മെയിൻ മെമ്മറിയുടെ ഇടയ്ക്കാണ്. അന്നേരം അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ക്യാഷ്. എന്നാൽ ഇത്തരം ക്യാഷ് മെമ്മറികൾ അവിടെ മാത്രമല്ല, വേറെ പല സ്ഥലങ്ങളിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ആൻഡ് ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ്. ഒപ്റ്റിക്കൽ സ്റ്റോറേജിൻ്റെയും ഹാർഡ് ഡിസ്ക് സ്റ്റോറേജിൻ്റെ ഇടയ്ക്ക് സൂക്ഷിക്കുക. ഇൻ ബിറ്റ്വീൻ ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ് ആൻഡ് റാമിനും ഹാർഡ് ഡിസ്കിന് ഇടയ്ക്കാകാം. ഇൻ ബിറ്റ്വീൻ CPU ക്യാഷ് ആൻഡ് RAM, CPU ക്യാഷിനും റാമിനും ഇടയ്ക്കാകാം. അങ്ങനെ എവിടെ വേണമെങ്കിലും പല പല വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഈ ക്യാഷ് മെമ്മറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ CPU-ൻ്റെയും മെയിൻ മെമ്മറിയുടെ ഇടയ്ക്കുള്ള ക്യാഷിനെ നമ്മൾ പ്രൈമറി ക്യാഷ് എന്ന് പറയുമ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ ക്യാഷുകൾ അതിനെ നമ്മൾ സെക്കൻഡറി ക്യാഷ് മെമ്മറി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിലുള്ള ക്വസ്റ്റ്യൻസാണ് ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഈ ക്ലാസ് ആയിട്ട് പറയുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് എഴുതിയിരിക്കുക. ഇതിൻ്റെയൊക്കെ ഉത്തരം കണ്ടുപിടിച്ച് പഠിക്കാൻ പറ്റുമോ നോക്കുക. എല്ലാ ഉത്തരവും നമ്മൾ ഈ മോളിൽ പറഞ്ഞ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. ആദ്യം ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ? എക്സ്പ്ലൈൻ, ഗിവ് എ നോട്ട് ഓൺ കമ്പ്യൂട്ടർ മെമ്മറി. ഇപ്പോൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പടം വരച്ച്
ബേസിക് പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ, ബേസിക് സ്ട്രക്ചർ ഓഫ് എ ടിപ്പിക്കൽ കമ്പ്യൂട്ടർ, ആ പടം വലിച്ച് ഇവിടം വരെ പറയണം. അപ്പോൾ ഈ കമ്പ്യൂട്ടർ മെമ്മറി അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ മെമ്മറി എന്ന് പറഞ്ഞാൽ ചെറിയ ടോപ്പിക്കല്ല, വലിയ ടോപ്പിക്കാണ്. മെമ്മറിയെ പറ്റി നമുക്ക് ഇനിയും കുറച്ച് പറയാനുണ്ട്. എങ്കിലും ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ചോദിക്കുമ്പോൾ മെമ്മറിയെക്കുറിച്ച് ഇത്രയും പറഞ്ഞാൽ മതി. അതായത് ഓക്സിലറി മെമ്മറി, ആ മെയിൻ മെമ്മറി, ഓക്സിലറി മെമ്മറി, ക്യാഷ് മെമ്മറി, അത്രയും പറഞ്ഞാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് മെമ്മറി പഠിക്കുമ്പോഴാണ് മറ്റ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് പഠിച്ചത്. ഇപ്പോൾ തിയറി പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് വായിച്ച് പഠിക്കാവുന്ന ഒരു എസ് എ ആണ് ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. ഇനി ചില ഷോർട്ട് ആൻസർ, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഒന്നും പോലും ചോദിക്കാത്തതില്ല. Give the block diagram of a typical computer. ആദ്യ പടം. What is CPU? Give its function. What are ROM and RAM? Oh, it is, the spelling is to be corrected. ROM and RAM. The second one is RAM. RAM. ROM and RAM. The fifth question is explain volatile and non-volatile memories. Volatile, ROM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോൺ വോൾട്ടൈൽ ആണ്, RAM വോൾട്ടൈൽ ആണ്. അപ്പോൾ എന്താണ് വോൾട്ടൈൽ മെമ്മറി? അത് നമ്മൾ നേരത്തെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഉത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗിവ് ദി ഫങ്ഷൻ ഓഫ് CPU. ഗിവ് ദി ഫങ്ഷൻ ഓഫ് CPU. അത് ആ തേർഡ് ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, എക്സ്പ്ലെയിൻ ക്യാഷ് മെമ്മറി. ഇപ്പോൾ പറഞ്ഞത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ക്യാഷ്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇപ്പോൾ നമ്മൾ അനേകം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇപ്പോൾ ഏതൊക്കെ ചോദിക്കുന്നത് പറയാൻ പറ്റുന്നില്ല, ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. എനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ്. ക്വസ്റ്റ്യൻ നമ്പർ 8, എക്സ്പ്ലെയിൻ വേർഡ് ലെങ്ത്. എക്സ്പ്ലെയിൻ വേർഡ് ലെങ്ത് ഇൻ എ കമ്പ്യൂട്ടർ. ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ വേർഡ് ലെങ്ത് എന്നൊരു വാക്ക് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ പറയുമ്പോൾ, അല്ലെങ്കിൽ PC പറയുമ്പോൾ, അല്ലെങ്കിൽ മിനി കമ്പ്യൂട്ടേഴ്സൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ വേർഡ് ലെങ്ത് പറയാറുണ്ട്. അതായത് 8 ബിറ്റാണ്, 16 ബിറ്റാണ്, അതൊക്കെ പറയാറുണ്ട്. ആ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ വേർഡ് ലെങ്ത് ഇൻ എ കമ്പ്യൂട്ടർ. അപ്പോൾ നിങ്ങൾ നോക്കിയെടുക്കുന്നതിന് പകരം ഞാനിവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ബിറ്റ് സൈസ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ബിറ്റ്സ് by which the ALU can perform operations. The word length may be 8-bit, 16-bit, 32-bit, or 64-bit. A group of 8 bits is called a byte. The word length is also known as word size. The word length is also known as word size. The answer is clear. ഇതിൻ്റെ കൂടെ ഈ മെമ്മറിയെ പറ്റി ചോദിക്കുന്ന മറ്റു ചില ചോദ്യങ്ങളുണ്ട് കേട്ടോ. നമ്പർ 9, വാട്ട് ആർ DRAM ആൻഡ് SRAM? SRAM ഇന്ത്യ കമ്പ്യൂട്ടറാണ് കേട്ടോ, ഇന്ത്യ കമ്പ്യൂട്ടർ. അവിടെ ഇന്ത്യ എന്ന് കയറി വന്നിരിക്കുന്നു. ഇന്ത്യ കമ്പ്യൂട്ടർ കേട്ടോ, ഇന്ത്യ കമ്പ്യൂട്ടർ, നോട്ട് ഇന്ത്യ കമ്പ്യൂട്ടർ. വാട്ട് ആർ DRAM ആൻഡ് SRAM? ഇന്ത്യ കമ്പ്യൂട്ടർ. RAM is classified into two ways, namely 1 DRAM and 2 SRAM. DRAM is dynamical RAM. The data stored in DRAM is lost in the event of power failure. It is a temporary storage and should be refreshed in every 2 milliseconds. This memory should be written periodically to store the information. ഇപ്പോൾ DRAM എന്ന് പറഞ്ഞാൽ ഈ ഡൈനാമിക് റാമിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇത് ഈ DRAMൽ എഴുതുന്ന കാര്യങ്ങൾ, നമ്മൾ അതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങൾ പവർ ഫെയിലിയറിൽ, ഇപ്പോൾ മൊബൈലോ അല്ലെങ്കിൽ അതുപോലെ ഡിവൈസിലോ കമ്പ്യൂട്ടറിലോ പവർ ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ DRAMൽ എഴുതപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടും. അങ്ങനെ കുഴപ്പമുണ്ട്. ഇറ്റ് ഈസ് എ ടെമ്പററി സ്റ്റോറേജ്, താൽക്കാലിക സ്റ്റോറേജാണ്. റാമാണല്ലോ, താൽക്കാലിക സ്റ്റോറേജാണ്. should be refreshed in every 2 milliseconds. 2 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. The memory should be written this memory should be written periodically to store the information. ഇപ്പോൾ പ്രത്യേക ഇൻ്റർവെല്ലിൽ ഇതിനകത്ത് ഇൻഫർമേഷൻ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണം. Next is SRAM. SRAM means static RAM.
it is also a volatile memory, but the contents will be retained when the power is returned. No special refreshing circuit is necessary to retain the content as in the case of DRAM. അതായത് ഇതൊരു വോളറ്റൈൽ മെമ്മറി തന്നെയാണ്, പക്ഷേ പവർ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ പവർ റിട്ടേൺ ചെയ്യുമ്പോൾ ബട്ട് ദി കണ്ടൻസ് വിൽ ബി റീടൈൻഡ് വെൻ ദി പവർ ഈസ് റിട്ടേൺഡ്. അപ്പോൾ ഇത് പവർ ഫെയിലിയറിൽ പോയാലും പവർ റിട്ടേൺ ചെയ്യുമ്പോൾ ഈ മെമ്മറിയിലെ ഡേറ്റയിൽ തിരിച്ചു വരും. DRAMൽ ഇത് വരത്തില്ല. അപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടായിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ SRAMലൊരു കാര്യങ്ങൾ വീണ്ടും തിരികെ കിട്ടും. നോ സ്പെഷ്യൽ റീഫ്രഷിംഗ് ഈസ് നോട്ട് നീഡഡ്. സ്പെഷ്യൽ റിഫ്രഷിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിനകത്ത്. ഇനി SRAMs are used only in specialized applications, while DRAMs are used in most of the computers as a main memory device. DRAM ആണ് മെയിൻ മെമ്മറി ഡിവൈസിൽ ഉപയോഗിക്കുന്നത്. SRAM എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷനിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. So that is all with your 21st lecture on digital electronics and computer science. The next class we come with more memory devices or the basic structure of memories. In the next class we come with the basic structure of memories. That is all. Thank you.